നമസ്കാരം, ലോക സിനിമാ ജാലകത്തിലേക്ക് സ്വാഗതം. അന്താരാഷ്ട്ര ചലച്ചിത്രമേളയെക്കുറിച്ച് മീഡിയ സ്കൂൾ തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ടാണ് ലോക സിനിമാ ജാലകം. ഞാൻ അനുജ. ഞാൻ സ്നിക വസന്ത്. ലോക സിനിമകളും ആഘോഷാരവങ്ങളും സമന്വയിപ്പിക്കുന്ന അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവ വേദി. പ്രായഭേദമന്യേ കാണാൻ ആഗ്രഹിച്ച ലോക സിനിമകളെ മുഴുവൻ ഓടി നടന്ന് കണ്ടു തീർക്കാൻ എത്തിയ ഒരുപാട് മനുഷ്യരുണ്ട് തലസ്ഥാന നഗരിയിൽ. അവരുടെ പാട്ടും ചുവടുവയ്പ്പുകളും സൗഹൃദ സംഗമങ്ങളും സിനിമാ ചർച്ചകളുമായി ഇത്തവണത്തെ IFFK സമ്പൂർണ്ണമാണ്. ഞങ്ങളുടെ പ്രതിനിധി സ്നിക തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. സിനിമകളിൽ നിന്ന് സിനിമകളിലേക്ക്, മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക്, കലയും സൗഹൃദങ്ങളും ആഘോഷങ്ങളും സമന്വയിക്കുന്ന അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവം. IFFK ദിനങ്ങളുടെ ആഘോഷ നിറവിലാണ് തലസ്ഥാന നഗരി. ഓരോ മനുഷ്യർക്കും IFFK അനുഭവങ്ങളും ആഘോഷങ്ങളും വേറിട്ടതാണ്. സിനിമ കാണുക എന്നുള്ളതിനും അപ്പുറം രജിസ്ട്രേഷൻ ചെയ്യേണ്ടാത്തൊരു കാര്യമാണ് ഇവിടെ വന്നിട്ട് ഈ വൈബ് സെലിബ്രേഷനിലൊക്കെ പങ്കെടുക്കുക എന്നുള്ളത്. അതിനകത്ത് നമുക്കത് എടുത്ത് പറയാനുള്ള കാര്യം വെച്ചാൽ ജഡ്ജ്മെൻറ്റ് ഇല്ലാത്ത കുറേ ആൾക്കാരുടെ ഇടയിൽ നമ്മൾ പോകുമ്പോൾ നമുക്കൊന്നും കോൺഷ്യസ് ആവണ്ട, വി ക്യാൻ ബി അവർ സെൽഫ്സ് എന്നുള്ള ഒരു കാര്യമാണ്. ഇവൻറ്റ്സ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിൽ പോലും ഇതൊരു സെലിബ്രേഷനാക്കി മാറ്റാനാണ് പലരും ആഗ്രഹിക്കുന്നത്. സോ ഞാൻ ഒരുപാട് എൻജോയ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഐ എം ഷുവർ ഇവിടെ ഒരുപാട് എല്ലാവരും എൻജോയ് ചെയ്യുന്നുണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. സോ എന്നെ സംബന്ധിച്ചിടത്തോളം IFFKയുടെ ഒരു ഏരിയയിലോട്ട് വരിക അറിയുന്നത് കടലിലോട്ട് തിരിച്ചു വിടുന്ന മീനിനെ പോലെയാണ്. നമ്മൾ നടക്കുന്ന എല്ലാ ഭാഗത്തും നമുക്ക് പാട്ട്, ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം കാണാൻ പറ്റും. സോ നമ്മൾ ഭയങ്കര ഫ്രീ എൻഗേജ്ഡ്, ഒരു കംപ്ലീറ്റ്ലി ഒരു എസ്കേപ്പിസം എന്ന് വേണമെങ്കിൽ പറയാം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കൾച്ചർ പ്രോഗ്രാമുകൾ വളരെ മനോഹരമായിട്ട് നടക്കുന്ന ഒരു വേദി കൂടിയാണ് IFFKയുടെ വേദികൾ എന്ന് പറയുന്നത്. കുറേ ഇരുന്ന് സംസാരിച്ച് ഒരുപാട് പാട്ടുകളൊക്കെ പാടി അങ്ങനെ പോകുന്ന വളരെ മനോഹരമായിട്ടുള്ള ഒരുപാട് ഓർമ്മകൾ ഇവിടുന്ന് നാട്ടിലേക്ക് പോകുമ്പോൾ കൂടെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു പ്രോഗ്രാം കൂടിയാണ് IFFK എന്ന് പറയുന്നത്. ഇവിടെ കെട്ടുപാടുകളും ചരടുകളുമില്ല, വേർതിരിവുകളും വിവേചനങ്ങളുമില്ല. പച്ചയായ മനുഷ്യർ ജീവിതം ആഘോഷിക്കുന്ന കാഴ്ച മാത്രം. തിരക്കുകളെല്ലാം മറന്ന് സിനിമകൾ ആസ്വദിക്കാനെത്തുന്നവരുടെ ആഘോഷവേദിയിൽ നിന്നും ക്യാമറാമാൻ രാകേഷിനൊപ്പം സ്നിക വസന്ത്, തിരുവനന്തപുരം. വനിതകൾക്കായി സിനിമയിൽ കൂടുതൽ തൊഴിൽ പരിശീലനം നൽകുന്ന പദ്ധതിക്ക് തുടക്കമിടുകയാണ് കേരള ചലച്ചിത്ര അക്കാദമി. കോവിഡിനു ശേഷം സിനിമയിലെ എല്ലാ മേഖലകളിലും സ്ത്രീകളുടെ പങ്കാളിത്തം കൊണ്ടുവരാനുള്ള സാംസ്കാരിക വകുപ്പിന്റെ പദ്ധതി. കൂടുതൽ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി തസ്നീം തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. മലയാള സിനിമയിലെ സ്ത്രീ ശാക്തീകരണം ശക്തമാക്കാൻ ഒരുങ്ങുകയാണ് കേരള ചലച്ചിത്ര അക്കാദമി. സിനിമയിലെ അണിയറ പ്രവർത്തകരാകാൻ ആഗ്രഹിക്കുന്ന സ്ത്രീകൾക്കായി ഒരു പുതിയ ട്രെയിനിങ് പ്രോഗ്രാം. First time in the history, it's historical moment. History of cinema, history of any country, history of any state. This is the initiative Kerala government is putting forward. സിനിമാ മേഖലയിലെ പ്രൊഡക്ഷൻ മാനേജ്മെന്റ്, ക്യാമറ ആൻഡ് ലൈറ്റിംഗ്, ഡിസൈനിംഗ്, പോസ്റ്റ് പ്രൊഡക്ഷൻ, ഫിലിം പബ്ലിക് റിലേഷൻ എന്നീ മേഖലകളിലാവും തൊഴിൽ പരിശീലനം നൽകുക. പൊതുവിജ്ഞാപനത്തിലൂടെ കണ്ടെത്തുന്ന 25 പേരെ പങ്കെടുപ്പിച്ചാണ് ശില്പശാല നടത്തുന്നത്. 12ാം ക്ലാസ് വിദ്യാഭ്യാസം അടിസ്ഥാന യോഗ്യത നേടിയ സ്ത്രീകൾക്കാണ് അവസരം. നിങ്ങളുടെ ഉള്ളിൽ, സ്ത്രീകളായ നിങ്ങളുടെ ഉള്ളിൽ സിനിമ പഠിക്കണം, സിനിമയുടെ പല രീതിയിലുള്ള പൊസിഷൻസിൽ നിങ്ങൾക്ക് ഭാഗമാകണം, നിങ്ങളുടെ സ്വപ്നം അതാണെങ്കിൽ തീർച്ചയായിട്ടും തികച്ചും ഫ്രീ ആയിട്ട് തന്നെ നമ്മുടെ IFFK ഇങ്ങനെയൊരു അവസരം ഒരുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ വരിക. പദ്ധതി പൂർത്തിയാക്കുന്നവർക്ക് 6 മാസത്തെ സ്റ്റൈപ്പൻഡ് കൂടി സർക്കാർ ലഭ്യമാക്കും. നടത്തപ്പെടുന്ന കോഴ്സിനു ശേഷം സിനിമയിലെ പ്രൊഡക്ഷൻ കമ്പനികളിൽ ജോലി വാഗ്ദാനം കൂടി അക്കാദമി ഉറപ്പാക്കുന്നു. ക്യാമറാമാൻ രാകേഷിനൊപ്പം തസ്നീം അഷ്റഫ്, മാതൃഭൂമി മീഡിയ സ്കൂൾ, ട്രിവാൻഡ്രം. ഇത് സോഷ്യൽ മീഡിയയുടെ കാലഘട്ടമാണ്. നമ്മുടെ ആഘോഷങ്ങളൊക്കെ വെർച്വൽ ലോകത്തും നാം കൊണ്ടാടുന്നു. മറ്റേത് ആഘോഷത്തെയും പോലെ ചലച്ചിത്രോത്സവത്തെയും സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരിക്കുന്നത് നമുക്ക് കാണാം. ഞങ്ങളുടെ പ്രതിനിധി സൈബ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഇവിടെ എത്തുന്നതിൽ ഏറെ പേരും സിനിമ കണ്ടു മടങ്ങുക എന്നതിനപ്പുറം IFFK ഒരു ആഘോഷമായാണ് കാണുന്നത്. ഇതിൻ്റെ 10 വേദികളിൽ മാത്രമല്ല, റീൽസും പോസ്റ്റുകളും സ്റ്റോറികളുമായി ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് തുടങ്ങിയ സോഷ്യൽ മീഡിയയിലും IFFK നിറഞ്ഞു നിൽക്കുന്നു. IFFKക്ക് എത്തുന്നതിൽ ഏറെ പേരും സെൽഫി എടുത്തും ഇവിടുത്തെ മറ്റു കാഴ്ചകളെ ഫോട്ടോ എടുത്തും ഓർമ്മകളാക്കി മാറ്റുകയാണ്. അതിൽ വലിയൊരു ശതമാനം ആൾക്കാരും അത് സോഷ്യൽ മീഡിയയിൽ അവരുടെ പ്രിയപ്പെട്ടവരുമായി പങ്കിടുന്നു. IFFK ലൈവ്, IFFK 23 എന്നീ ഹാഷ്ടാഗുകളിലായി ആയിരക്കണക്കിന് പോസ്റ്റുകൾ കാണാം. ചലച്ചിത്രമേളയിൽ പങ്കെടുക്കാനെത്തിയ പ്രതിനിധികളോട് സിനിമകളെക്കുറിച്ചും മറ്റു പല വിഷയങ്ങളെക്കുറിച്ചും അഭിപ്രായം ചോദിച്ചറിയുന്ന ഒരുപാട് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരെ നമുക്ക് വേദികളിൽ കാണാൻ സാധിക്കും. IFFKയിൽ പങ്കെടുക്കാനായിട്ട്
വർഷങ്ങളായിട്ട് ആഗ്രഹിച്ചിട്ടും പങ്കെടുക്കാൻ പറ്റാത്ത ഒരുപാട് പേരുണ്ട്. ഞാൻ കഴിഞ്ഞ വർഷം വരെ അങ്ങനെയായിരുന്നു. എനിക്ക് പല കാരണം കൊണ്ടും സ്ഥലത്തില്ലാത്തതുകൊണ്ടൊന്നും പറ്റത്തില്ലായിരുന്നു. ഈ വർഷമാണ് എനിക്ക് പറ്റുന്നത്. അപ്പം ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് വെച്ചാൽ അങ്ങനെയുള്ള ആളുകൾക്കുള്ള ഏറ്റവും വലിയൊരു ആശ്വാസം സോഷ്യൽ മീഡിയയിലൂടെയുള്ള IFFK റിലേറ്റഡ് കാര്യങ്ങളാണ്. ഇതിൻ്റെ ഒക്കെ ഒരു അപ്ഡേറ്റ് സോഷ്യൽ മീഡിയയിലൂടെയാണ് കിട്ടുന്നത്. അത് ന്യൂസായിട്ടും അല്ലാതെയും പല രീതിയിലും, എസ്പെഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള വ്ളോഗേഴ്സ് ഉണ്ടാവും, അവരുടെ കോണ്ടന്റ് ഉണ്ടാവും. അപ്പം പല ആംഗിൾ ഇത് കാണാൻ പറ്റും. ഇപ്പോൾ ഇഷ്ടമുള്ള സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായം അല്ലെങ്കിൽ കണ്ട സിനിമയെക്കുറിച്ച് അഭിപ്രായം മാത്രമല്ല, ഈ ഇവിടുത്തെ ഒരു വൈബ് അല്ലെങ്കിൽ ഇവിടുത്തെ സെലിബ്രേഷൻസ്, മറ്റ് ഇവൻറ്റ്സ്, പിന്നെ മാസ്റ്റർ ക്ലാസ്സസ് ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെയുള്ള ഡീറ്റെയിൽസും അറിവും ഇൻഫർമേഷനും ഒക്കെ നമുക്ക് സോഷ്യൽ മീഡിയയിലൂടെ തന്നെയാണ് കിട്ടുന്നത്. ക്യാമറമാൻ രാകേഷിനോടൊപ്പം സൈവാശ്യാം, മാതൃഭൂമി മീഡിയ സ്കൂൾ, തിരുവനന്തപുരം. ഒരു വർഷത്തെ കാത്തിരിപ്പിനൊടുവിലാണ് വിവിധ നാടുകളിൽ നിന്നും സിനിമാ പ്രേമികൾ IFFK വേദിയിലേക്ക് എത്തുന്നത്. അത്തരം സൗഹൃദങ്ങൾ ഇവിടുത്തെ സ്ഥിരം കാഴ്ചയാണ്. കൊറോണ കാരണം കഴിഞ്ഞ വർഷങ്ങളിൽ നഷ്ടമായ ഒത്തുചേരലും സൗഹൃദങ്ങളും സിനിമാ ചർച്ചകളും ഇത്തവണ അവർ വീണ്ടെടുത്തു. ഞങ്ങളുടെ പ്രതിനിധി ദീപ്തി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. സ്നേഹത്തിൻ്റെ ഭാഷയാണ് സൗഹൃദം. അത്തരം ചില സൗഹൃദങ്ങൾക്ക് മാറ്റിവിട്ടുന്ന ഇടമാണ് ഓരോ ചലച്ചിത്രമേളയും. അത്തരം ചില സൗഹൃദങ്ങളെ പരിചയപ്പെടാം. ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുമ്പോൾ അത് ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കും. നമുക്ക് പ്രതീക്ഷിക്കാത്ത രീതിയിൽ വന്നു ചേരുന്ന കുറച്ച് കൂട്ടുകാരായിരിക്കും. നമ്മൾ ചിലപ്പോൾ ബോർഡുകളിൽ നിന്ന് സിനിമ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ സെയിം സിനിമയിലേക്ക് താല്പര്യമുള്ള ആൾക്കാരായിരിക്കും. അപ്പോൾ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്ന ഒരു സാധനത്തിനെക്കാട്ടിലും ഇറ്റ് ഈസ് എ റിലീജിയൻ, ഇറ്റ് ഈസ് എ കാസ്റ്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. സിനിമ ബീങ് എ കാസ്റ്റ് എന്നൊക്കെ പറയാം. സോ വി കം ടുഗെദർ ഇൻ ദിസ് മാറ്റർ. ഇങ്ങനത്തെ ഒരു വേദി എന്ന് പറയുമ്പോൾ തന്നെ വ്യത്യസ്തമായിട്ടുള്ള മനുഷ്യരുടെ ഒരു ലോകമെന്ന് തന്നെ പറയാം. പലതരത്തിൽ ജോലി ചെയ്യുന്നവരുണ്ട്, പല ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്. പക്ഷേ ഇവിടെ എത്തുമ്പോൾ എല്ലാവർക്കും ഒരൊറ്റ ചിന്തയേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ പരസ്പരം സംസാരിക്കാൻ ഒരു മടിയുമില്ല. സിനിമാ ഫീൽഡ് എന്ന് പറയുമ്പോൾ സംസാരിക്കാൻ ഒരു കാര്യം മാത്രമല്ല, ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകുമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് കിട്ടുന്ന സൗഹൃദങ്ങൾ എന്ന് പറയുന്ന ഒരുപാട് വില കൂടിയതാണ്. ഒരുപാട് കാലത്തേക്ക് സംരക്ഷിക്കാനുള്ള ഒരു മുതൽക്കൂട്ടായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ചലച്ചിത്രമേള സൗഹൃദത്തിൻ്റെ സംഗമമായി മാറിയിരിക്കുകയാണ്. മാതൃഭൂമി മീഡിയ സ്കൂളിന് വേണ്ടി ക്യാമറമാൻ രാകേഷിനൊപ്പം ദീപ്തി ഗിരീഷ്. ഈ വർഷത്തെ IFFK പ്രദർശന വേദിയും പുതുമ നിറഞ്ഞതായിരുന്നു. ഇന്ത്യൻ സിനിമയിൽ വ്യക്തമായ നിലപാടുകൾ ഉന്നയിച്ച പ്രശസ്ത സംവിധായകൻ മൃണാൽ സെന്നിന്റെയും മലയാള സിനിമാ നടൻ മധു, MT വാസുദേവൻ നായർ എന്നിവരുടെയും ചിത്രങ്ങൾ ഉൾപ്പെടുത്തിയതായിരുന്നു പ്രദർശനം. IFFK ചരിത്രത്തിൽ തന്നെ ആദ്യമായി ജീവിച്ചിരിക്കുന്നവരുടെ ചിത്ര പ്രദർശനം എന്ന പ്രത്യേകതയും ഇതിനെ വേറിട്ടതാക്കി. ചലച്ചിത്രമേളകളിൽ സിനിമകൾക്കൊപ്പം തന്നെ ഏറെ ശ്രദ്ധയാകർഷിക്കുന്ന മറ്റൊരു സെഗ്മെന്റാണ് എക്സിബിഷനുകൾ. ഇന്ത്യൻ സിനിമാ ചരിത്രത്തിലെ മികച്ച സംവിധായകരിൽ ഒരാളായ മൃണാൽ സെന്നിൻ്റെ എക്സിബിഷനാണ് ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ശ്രദ്ധേയനായ ബംഗാളി സംവിധായകൻ മൃണാൽ സെന്നിൻ്റെ 100ാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ സിനിമകളിലൂടെ കാണികളെ കൊണ്ടുപോകുന്ന 100 ചിത്രങ്ങൾ ഉൾപ്പെടുത്തിയാണ് എക്സിബിഷൻ നടത്തിയത്. എക്സിബിഷൻ കണ്ടക്ട് ചെയ്ത് ഞാനാണെങ്കിലും എൻ്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്ന ഒരു 10-15 ഫോട്ടോ മാത്രമേ ഉള്ളൂ. ഫിലിമോത്സവം 88 കേരളത്തിലായിരുന്നു. അതിൻ്റെ ഉദ്ഘാടനം മൃണാൽ സെന്നായിരുന്നു. അതാണ് ഈ പടം. ശാരദയാണ് വിളക്കെടുത്ത് കൊടുത്തത്. കേരളവുമായിട്ട് നല്ലൊരു അടുപ്പമുള്ളൊരു ഫിലിം മേക്കറായിരുന്നു. സ്ഥിരം IFFKയുടെ ഒരു സ്ഥിരം സാന്നിധ്യമായിരുന്നു. ആരോഗ്യമുള്ളിടത്തോളം കാലം അദ്ദേഹം വരുമായിരുന്നു. 3 സംവിധായകരാണ് ബംഗാളി സിനിമയും ഇന്ത്യൻ സിനിമയും ഭരിച്ചിരുന്നതെന്ന് പറയാം. 1 സത്യജിത് റായ്, 2 ഋത്വിക് കട്ടക്, 3 മൃണാൽ സെൻ. ഇതിൽ മറ്റ് 2 പേരിലുള്ളവരിൽ നിന്ന് വ്യത്യാസം മൃണാൽ സെൻ കൽക്കട്ട സിറ്റിയാണ് പ്രധാനമായി ഊന്നിയതെന്നാണ്. നാളെ നടക്കുന്നത് 2 എണ്ണമാണ്. മധു സാറിൻ്റെയും MT വാസുദേവൻ നായർ സാറിൻ്റെയും. അവരുടെ നവതിയായിരുന്നു. MTയുടെയും മധുവിൻ്റെയും 90 വീതം ചിത്രങ്ങളാണ് 2ാമത്തെ പ്രദർശന വേദിയിലുള്ളത്. സംഘാടകനും ഫോട്ടോഗ്രാഫറുമായ R ഗോപാലകൃഷ്ണൻ എടുത്ത ഇരുവരുടെയും അപൂർവ ചിത്രങ്ങളാണ് ഇതിൽ കൂടുതലും ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ക്യാമറമാൻ രാകേഷിനോടൊപ്പം ഭാമാദേവി, മാതൃഭൂമി മീഡിയ സ്കൂൾ, തിരുവനന്തപുരം. വ്യത്യസ്തമായ രുചിവിഭവങ്ങൾ കൊണ്ട് നിറഞ്ഞതായിരുന്നു ഈ വർഷത്തെ IFFK ഫുഡ് സ്റ്റോളുകൾ. നാടൻ ഭക്ഷണങ്ങൾക്കൊപ്പം പാശ്ചാത്യ വിഭവങ്ങളും ഭക്ഷണശാലകളെ ആകർഷകമാക്കി. ഞങ്ങളുടെ പ്രതിനിധി വിസ്മയ മോഹൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. സിനിമാ പ്രേമികൾ സൗഹൃദം പങ്കിടുന്ന മറ്റൊരിടം കൂടിയാണ് ഫുഡ് സ്റ്റോളുകൾ. കഴിഞ്ഞ പ്രാവശ്യത്തെക്കാട്ടിലും ഫുഡ് സ്റ്റോളുകളുടെ എണ്ണത്തിൽ കുറവുണ്ടെങ്കിലും വെറൈറ്റിയുടെ കാര്യത്തിൽ ഒട്ടും പുറകിലല്ല. ഇത് ചലച്ചിത്രമേളയ്ക്ക് 21 വർഷമായി. സാധാരണ ചലച്ചിത്രമേളയ്ക്ക് വരുമ്പോഴേക്കും നമ്മൾ ഫുഡ് കഴിക്കാറില്ല, വല്ല ചായയോ കടിയൊക്കെ കഴിക്കും. ഇത്തവണ ചലച്ചിത്രമേളയ്ക്ക് കപ്പ കഴിച്ച് തന്നെയാണ്. കുഴപ്പമില്ല, അടിപൊളിയാണ്, സെറ്റാണ്. മുൻ വർഷങ്ങളിൽ ഭക്ഷണ വിഭവങ്ങൾക്കായി ഹോട്ടലുകളെ ആശ്രയിക്കേണ്ടി വന്നിരുന്നു. എന്നാൽ ഇത്തവണ എല്ലാതര ഭക്ഷണ വിഭവങ്ങളും ലഭിക്കുന്ന സ്റ്റോളുകൾ വന്നത് ആളുകൾക്ക് ആശ്വാസമായി. ടാഗോർ തിയേറ്ററിൽ നടന്നു വന്നിരുന്ന കൾച്ചറൽ പ്രോഗ്രാമുകൾ മാനവീയ വീതിയിലേക്ക് മാറ്റിയത് കച്ചവടത്തെ നേരിയ തോതിൽ ബാധിച്ചുവെന്ന് കച്ചവടക്കാർ പ്രതികരിച്ചു. ഇവിടെ നമ്മൾ എല്ലാ വർഷവും നടത്തുന്നതാണ്. ഇവിടെ കൂടുതലും സർബത്ത്, ഈ പ്രാവശ്യം നമ്മൾ ഫുഡും കൂടി ഒന്ന് ആഡ് ചെയ്ത് ചെറുതായിട്ട് നാടൻ ഐറ്റംസായിട്ട് കരിമീൻ, ആറ്റ്, വരാൽ, കപ്പ, മീൻകറി അങ്ങനെയാണ് മെയിനായിട്ടുള്ളത്. പിന്നെ
നല്ല റെസ്പോൺസിബിളുണ്ട്. എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെടുന്നുണ്ട്. കുറേ പേര് വരുന്നുണ്ട്, കഴിച്ചവർ തന്നെ വീണ്ടും വരുന്നുണ്ട്. പിന്നെ ചട്ടിച്ചോറ് മെയിനായിട്ട്, സീ ഫുഡ് മാത്രം ഒരു 6 വെറൈറ്റി സീ ഫുഡുണ്ട്, അത് വെച്ചിട്ട് ചട്ടിച്ചോറുണ്ട്. ക്യാമറാമാൻ രാകേഷിനോടൊപ്പം വിസ്മയ മോഹൻ, മാതൃഭൂമി മീഡിയ സ്കൂൾ, തിരുവനന്തപുരം. ഈ ചലച്ചിത്രമേളയിലും IFFK ഫെസ്റ്റിവ് ആപ്പിന് ന്യൂനതകൾ ഏറെ. ചിലർക്ക് നല്ലതാണെങ്കിൽ ഒട്ടുമിക്കവർക്കും മോശം അഭിപ്രായമായിരുന്നു ഉണ്ടായിരുന്നത്. ഞങ്ങളുടെ പ്രതിനിധി ആതിര തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. എല്ലാ കൊല്ലവും IFFK ആരാധകർ നേരിടുന്ന പ്രശ്നങ്ങളിലൊന്നാണ് IFFK ഫെസ്റ്റിവൽ ആപ്പ്. ഇക്കൊല്ലവും അതിൽ മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. പ്രതിനിധികളുടെയും വിദ്യാർത്ഥികളുടെയും എളുപ്പത്തിനു വേണ്ടി തയ്യാറാക്കിയ ആപ്പാണെങ്കിലും എല്ലാവർക്കും നല്ലതിനേക്കാളേറെ ന്യൂനതകളാണ് പറയാനുള്ളത്. പിന്നെ പ്രോപ്പർ അല്ല ആപ്പിൻ്റെ. ഇപ്പോൾ അതിനകത്ത് തന്നെ ഓഡിയൻസ് പോൾ എന്നൊക്കെ പറഞ്ഞിട്ട് കിടപ്പുണ്ട്. അപ്പോൾ അതൊന്നും വർക്കിംഗ് അല്ല. ചേച്ചിക്ക് ആപ്പ് കറക്റ്റ് സമയത്ത് ലോഗിൻ ചെയ്യാൻ ആപ്പ് ലോഗിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്, പക്ഷേ മൂവി ഒന്നും റിസർവ് ചെയ്യാൻ പറ്റുന്നില്ല. അതിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. ഇന്നലെ നോക്കിയപ്പോൾ ഇന്നത്തെ ഷോസ് ഫുള്ള് റിസർവേഷൻ ഫുള്ളെന്നും പറഞ്ഞല്ലേ കൊടുത്തിരുന്നത്. എന്തെങ്കിലും ബുക്ക് ചെയ്യാൻ റിസർവേഷൻ ഫുള്ളെന്ന് പറഞ്ഞായിരുന്നു കൊടുത്തിരുന്നത്. പിന്നെ സൈറ്റ് വഴിയാണ് നോക്കി. നമ്മൾ തലേന്ന് തന്നെ പലതും സെലക്ട് ചെയ്ത് വെക്കും, പക്ഷേ അതൊന്നും നമുക്ക് കിട്ടത്തില്ല. 5 മിനിറ്റ് കൊണ്ടായിരിക്കും. അപ്പോൾ ഈ ആപ്പ് ഇങ്ങനെ സംഭവിക്കുന്നതുകൊണ്ട് അത് വളരെ ബുദ്ധിമുട്ടാവുന്നുണ്ട്. 70% സംവരണം വീതമായിരുന്നു ഓരോ സിനിമയ്ക്കും ഉണ്ടായിരുന്നത്. എങ്കിലും ചിലർക്ക് ഫുൾ റിസർവേഷൻ കാണിക്കുമ്പോഴും മറ്റു ചിലർക്ക് ടിക്കറ്റ് ഉള്ളതായി ആപ്പിൽ കാണിച്ചിരുന്നു. ആപ്പ് യൂസ് ചെയ്യാൻ ശ്രമിച്ചു, പക്ഷേ ലോഗിൻ ചെയ്ത് കഴിഞ്ഞപ്പോഴും പിന്നെയും ലോഗിൻ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം എനിക്ക് ആപ്പ് വഴി ചെയ്യാൻ പറ്റിയില്ല, പക്ഷേ എൻ്റെ മകൾ ആപ്പ് വഴി ചെയ്തു തന്നു. അപ്പോൾ അതിന് എൻ്റെ സ്കിൽ കുറവാണോ എന്ന് അറിഞ്ഞുകൂടാ. തിരുവനന്തപുരത്ത് നിന്ന് ക്യാമറമാൻ രാകേഷിനൊപ്പം ആതിരാജയ്, മാതൃഭൂമി മീഡിയ സ്കൂൾ. Viewers are kept on the edge of their seats as the story unfolds, revealing the intricacies of the mastermind's plan and the challenges they face along the way. Mastermind films often incorporate elements of suspense, tension, and thrill as the audience is taken through the maze of the protagonist's mind. To our reporter, Jasme. Welcome to the insights of Mastermind Films. Let's uncover the allure of these films by exploring the crafty strategies and thrilling escapades they orchestrate. On the basis of Mastermind Films, 11 directors' latest films are exhibited at the fair. One defining feature of Mastermind Film is their emphasis on intricate plots. These narratives in films like Monster, About Dry Grasses, and Kidnapped are carefully woven tapestries filled with twists, turns, and unexpected revelations. The Lifetime Achievement Award winner Marco Bellucci's film Kidnapped is also screened at the fair. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല മൂവിയായിരുന്നു. മാസ്റ്റർ മൈൻഡ് സെക്ഷനിലാണ് സ്ക്രീൻ ചെയ്തത്. ഞാൻ ഈ ഡയറക്ടറിൻ്റെ ആദ്യമായിട്ടാണ് ഈ മൂവി കാണുന്നത്. ഓൺലൈൻ നോക്കിയപ്പോൾ നല്ല റിവ്യൂസും നല്ല അഭിപ്രായവും പ്ലോട്ടും വായിച്ചപ്പോൾ കൊള്ളാൻ തോന്നി. നമ്മളൊരു പീസ് ഓഫ് ആർട്ട് കാണുന്നതാണ് നമുക്ക് വളരെ എൻജോയ് ചെയ്ത് കാണാൻ പറ്റിയത്. എസ്പെഷ്യലി സിനിമാറ്റോഗ്രാഫി ഭയങ്കര രസമായിരുന്നു. ഇറ്റ് വാസ് ഗുഡ്. പിന്നെ കുറച്ച് ചരിത്രം അറിയണമല്ലോ. This film also won Best Film, Director, Screenplay, Actress, and Supporting Actor awards at the Cannes Film Festival. With cameraman Rakesh, Jasmi Subhash, Madhurumi Media School, Trivandrum. പുത്തൻ ആശയങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതിൽ മലയാള സിനിമകൾ മറ്റ് ഇന്ത്യൻ സിനിമകൾക്ക് എന്നും ഒരു മാതൃകയാണ്. മലയാള സിനിമയ്ക്ക് ഇത്തവണ അന്താരാഷ്ട്ര സിനിമാ മത്സര വിഭാഗത്തിൽ ലഭിച്ച സ്വീകാര്യത എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. ഞങ്ങളുടെ പ്രതിനിധി അഞ്ജലി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. വ്യത്യസ്ത പ്രമേയവുമായി ഫാസിൽ റസാഖ് സംവിധാനം ചെയ്ത സെന്റൻസും ഡോൺ പാലത്തറ സംവിധാനം ചെയ്ത ഫാമിലിയും പ്രേക്ഷക ശ്രദ്ധ നേടി. എനിക്ക് സെലക്ഷൻ കിട്ടിയപ്പോൾ ഒരുപാട് സന്തോഷമുണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഇപ്പോൾ ഒരു ഫീച്ചർ ഫിലിം, ഇങ്ങനെ ഒരു രീതിയിലുള്ള ഒരു ഫിലിം ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. മുന്നേ സുദേവൻ പെരിങ്ങോടിൻ്റെ ഒരു ഫിലിം ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ച് ഫാസിൽ റസാഖ് സംവിധാനം ചെയ്ത അതിരെ പിറ, അത് ഷോർട്ട് ഫിലിം അവാർഡ് കിട്ടിയതാണ്. അപ്പോൾ എന്തായാലും ഇതിലും IFFK സെലക്ഷൻ കിട്ടിയപ്പോൾ ഒരുപാട് സന്തോഷം. ഞങ്ങളുടെ നാട് മൊത്തം അതിനുവേണ്ടി കാത്തിരിക്കുകയാണ് ഇതിൻ്റെ അഭിപ്രായങ്ങൾ കിട്ടാൻ വേണ്ടി. ഇത്തവണ പ്രദർശനത്തിന് തിരഞ്ഞെടുത്ത സിനിമകളുടെ നിലവാരത്തെപ്പറ്റി വിമർശനങ്ങൾ ഉയർന്നു വന്നിരുന്നു. എന്നാൽ വിദേശ രാജ്യങ്ങളിൽ നിന്നുമുള്ള ഉയർന്ന നിലവാരമുള്ള സിനിമകൾക്കൊപ്പം മത്സരിച്ച തടവ് ഉൾപ്പെടെയുള്ള മലയാള സിനിമകൾക്ക് ജനപ്രീതി ലഭിച്ചു. സിനിമ വരെ തരംതാണ് പോകുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. ഇപ്പോൾ ഈ വന്ന മലയാള സിനിമ നമ്മുടെ തടവ് നന്മയുടെ ഉദ്ദേശമുള്ളൊരു പടമാണ്. ഇത്തവണയും മലയാള സിനിമ മികച്ച നിലവാരം പുലർത്തിയെന്ന് പ്രേക്ഷക പ്രതികരണങ്ങളിൽ നിന്നും മനസ്സിലാക്കാം. ക്യാമറമാൻ രാകേഷിനൊപ്പം അഞ്ജലി, മാതൃഭൂമി മീഡിയ സ്കൂൾ. ലോകോത്തര സിനിമകളുടെ സ്പന്ദനങ്ങൾ ഏറ്റുവാങ്ങുന്ന രാജ്യാന്തര ചലച്ചിത്രമേളയെ ഹൃദയത്തിലേറ്റുകയാണ് സിനിമാ പ്രേമികൾ. കാല, ദേശ, ഭാഷ, സാംസ്കാരിക അതിർവരമ്പുകൾക്കതീതമായി മേളയെ നെഞ്ചോട് ചേർക്കുന്ന ഒരുപറ്റം മനുഷ്യരെ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഞങ്ങളുടെ പ്രതിനിധി സംഗീത് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. 28ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് തിരുവനന്തപുരം നഗരയിൽ തുടക്കമായി. ഇന്നലെ വൈകിട്ട് 6 മണിക്ക് ടാഗോർ തിയേറ്ററിൽ വെച്ചായിരുന്നു ഉദ്ഘാടന സമ്മേളനം. 15 വേദികളിലായി 19 വിഭാഗങ്ങളിലായി 150ഓളം ചിത്രങ്ങളാണ് ഇത്തവണ പ്രദർശനത്തിനെത്തുന്നത്.
സുഡാനിലെ ആഭ്യന്തര കലാപങ്ങളുടെ പശ്ചാത്തലത്തിൽ മനുഷ്യബന്ധങ്ങളുടെ കഥ പറയുന്ന ഗുഡ് ബൈ ജൂലിയാണ് ഉദ്ഘാടന ചിത്രമായി തിരഞ്ഞെടുത്തത്. ഇതുവഴി യുദ്ധത്തിനെതിരെ കേരളത്തിൻ്റെ ഒരു നിലപാട് കൂടിയാണ് നമ്മൾ വ്യക്തമാക്കിയത്. I think any film director or filmmaker has a right to express his opinion. One of the major films screened at the Kaleidoscope segment was Home. Even though it was a movie released long back in 2021, the popularity of the movie was evident from the crowd which gathered to watch the film. To our reporter, Chanchal. The Kaleidoscope segment was received with a great enthusiasm from the audience. Malayalam movie Home, directed by Rojin Thomas, featured in this segment. This category also includes movies A Match, Bahadur the Brave, Guras, Invisible Windows, Kennedy, Moha and Stolen. Kaleidoscope segment, I think it's almost movies that have recognized international recognition. So the movies in Malayalam which are screening is Moha and Home. Already many people have watched it 1 year back, but as a commercial and a really good artistic film, I like to watch it again in the theaters. Apart from Home, Invisible Windows was another movie that was screened in the Kaleidoscope segment. It was interesting that out of the 8 films screened as part of the Kaleidoscope segment, 7 are Indian movies. Yeah, well, I can say that it's very full of very interesting films, and it's quite a good festival. And we like Keralan society. The people are very special. With cameraman Rakesh, Chanchal Jose, Madhubhumi Media School, Trivandrum. സമകാലികം, യാഥാർത്ഥ്യബോധം എന്നിവയെല്ലാം ഉൾക്കൊള്ളുന്നതാണ് IFFK വേദിയിൽ പ്രദർശിപ്പിച്ച ഓരോ ഹിന്ദി സിനിമകളും. ഭാഷയ്ക്ക് അതീതമായി സിനിമ സമ്മാനിച്ച അനുഭൂതികളെ പ്രേക്ഷകർ എങ്ങനെയാണ് ഒപ്പിയെടുത്തതെന്ന് കാണാം. സിനിമ എന്നും ഭാഷയ്ക്ക് അതീതമാണ്. എന്നാൽ IFFK വേദിയിൽ കാഴ്ചവെച്ച ഓരോ ഹിന്ദി സിനിമയും ഭാഷയുടേതായ ഒരു കയ്യൊപ്പ് കൂടി ചാർത്തുന്നു. 20-ൽ പരം ഹിന്ദി സിനിമകളാണ് ഈ പ്രാവശ്യം IFFK വേദിയിൽ കാഴ്ചവെച്ചത്. അന്താരാഷ്ട്ര മത്സര ഇനത്തിലുൾപ്പെട്ട ആഗ്ര ഉൾപ്പെടെ ജനശ്രദ്ധ നേടിയ സിനിമകൾ അനവധിയാണ്. പ്രമേയം കൊണ്ടും അവതരണ മികവ് കൊണ്ടും മാത്രമല്ല, കാലഘട്ടത്തെ അതേപടി പകർത്തിയാടുന്നതിലും ഹിന്ദി സിനിമകൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഹിന്ദി ഫിലിംസിൻ്റെ റെപ്രസെൻറ്റേഷൻ ഉണ്ട്, നല്ല പോലെയുണ്ട്. എല്ലാത്തരം ഇപ്പോൾ ഹിന്ദിയല്ല, നോർത്ത് ഇന്ത്യൻ റീജിയണിലെ പലതരം മൂവീസ് ഉണ്ട്, ഒരുപാടുണ്ട്. എനിക്ക് വിപണി ലക്ഷ്യമിട്ട് മാത്രമല്ല സിനിമയൊരുക്കേണ്ടത്. നല്ല സിനിമകൾ ഉണ്ടാകുമ്പോൾ വിപണി തനിയെ സൃഷ്ടിക്കപ്പെടുമെന്ന് IFFK വേദി തെളിയിക്കുകയാണ്. ഇന്നലെ കണ്ടതിൽ ഏറ്റവും വളരെ ഇഷ്ടപ്പെട്ട സിനിമയായിരുന്നു. അൺറിസർവ്ഡ് ക്യൂ എന്ന് കണ്ടിട്ടും നല്ലൊരു സിനിമ കണ്ട സന്തോഷമുണ്ടായിരുന്നു. വർഷത്തിനേക്കാൾ കുറച്ചുകൂടെ സെലക്ഷൻ ഉണ്ടെന്നാണ് തോന്നിയത്. എല്ലാ സിനിമകളും, ഹിന്ദി മാത്രമല്ല, കഴിഞ്ഞ വർഷത്തിനേക്കാൾ കുറച്ചുകൂടെ മികച്ച സെലക്ഷൻ കമ്മിറ്റി ആയിരിക്കണം എടുത്ത സിനിമകളെല്ലാം. ക്യാമറാമാൻ രാകേഷിനോടൊപ്പം അഞ്ജു, മാതൃഭൂമി മീഡിയ സ്കൂൾ, തിരുവനന്തപുരം. വ്യത്യസ്തമായൊരു പ്രമേയം കൊണ്ട് ശ്രദ്ധിക്കപ്പെട്ട ജിയോ ബേബി ചിത്രമാണ് കാതൽ. 28ാമത് IFFK വേദിയിൽ കാണാനെത്തിയത് ആയിരങ്ങൾ. സിനിമയെക്കുറിച്ചുള്ള അനുകൂലവും പ്രതികൂലവുമായ പ്രതികരണങ്ങളിലേക്ക്. ഏറെ വിവാദങ്ങളും ചർച്ചകളും നേരിടുകയും പല രാജ്യങ്ങളിലും ബാൻ ചെയ്ത സിനിമയാണ് കാതൽ. എന്നാൽ 28ാമത് ഫിലിം ഫെസ്റ്റിവൽ വേദിയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കാണാൻ ആഗ്രഹിക്കുന്നതും അതുതന്നെ. LGBTQ അംഗങ്ങൾ വേദിയിൽ കേക്ക് മുറിച്ച് ആഘോഷിച്ചു. സിനിമയുടെ അവസാന ഭാഗത്ത് കാണുന്നത് പോലെ സമൂഹത്തിന് ഒരിക്കലും തങ്ങളെ ഇത്ര പെട്ടെന്ന് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് അവർ അഭിപ്രായപ്പെട്ടു. അവന് സ്ട്രഗിൾ ചെയ്ത് വന്നത് കാര്യങ്ങളൊക്കെ ചെറുതായിട്ടാണെങ്കിലും കാണിച്ച്, ബട്ട് അറ്റ് എൻഡ് എനിക്കത്ര ഇഷ്ടമായില്ല. ക്യൂർ മൂവ്മെൻറ്റിനെ LDFൻ്റെ അല്ലെങ്കിൽ ഒരു ചുവന്ന കൊടിയുടെ താഴെ കൊണ്ട് കിട്ടുന്നത്, പിന്നെ അതാണ് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. പിന്നെ ഇൻറ്റിമേറ്റ് സീൻസ് ഇല്ലാത്തതൊക്കെ എനിക്ക് പ്രശ്നമാണ്. പക്ഷേ ഇതിനെ ഞാനൊരു തുടക്കമായിട്ട് മനസ്സിലാക്കുന്നു. IFFK വരുമ്പോൾ ഒരുപാട് മനുഷ്യർ കാണാൻ വരില്ലെന്ന് ഞാൻ വിചാരിച്ചു. കാരണം സിനിമ കാണുന്നവരൊക്കെ കണ്ടിട്ടുണ്ടാവും. പക്ഷെ ഇവിടെ നമ്മൾ ഹൗസ്ഫുള്ളായിട്ട് ആൾക്കാർ തിരിച്ചു പോയി കാണാൻ പറ്റാതെ. ഓമനയുടെ ക്യാരക്ടർ പോലത്തെ ഒരാൾ എന്നെ വിളിച്ചു. അതുപോലെ കമ്മ്യൂണിറ്റിയിൽ കുറേ പേര് എന്നെ വിളിച്ചു. അങ്ങനെ ഞെട്ടിക്കുന്ന അവരുടെ അനുഭവം. അവർക്ക് പേടിയാണ്, സൊസൈറ്റിയിലേക്ക് ഒരു കമ്മിങ് ഔട്ട് നടത്താൻ പേടിച്ച് നിൽക്കുന്ന കുറേ പേരുണ്ട്. വളരെ നല്ല അഭിപ്രായമാണ് ജനങ്ങളിൽ നിന്ന് കിട്ടുന്നതെന്നാണ് സുധി കോഴിക്കോട് പറയുന്നത്. ക്യാമറമാൻ ശ്യാം കുമാറിനൊപ്പം ഷിബിന വാസുദേവൻ, മാതൃഭൂമി മീഡിയ സ്കൂൾ, തിരുവനന്തപുരം. സിനിമക്കാരെയും പ്രേക്ഷകനെയും ഒരേപോലെ ത്രസിപ്പിക്കുന്ന സിനിമകൾ സമ്മാനിച്ച സംവിധായകനാണ് KG ജോർജ്. ഇത്തവണത്തെ ഹോം ഏജ് വിഭാഗത്തിൽ അദ്ദേഹത്തിന്റെ യവനികയും ഇടം പിടിച്ചു. വർഷങ്ങൾക്കിപ്പുറവും പുതുതലമുറ സിനിമാ പ്രവർത്തകർക്ക് KG ജോർജ് ഒരു പാഠപുസ്തകമായിരുന്നു. ചെന്നൈ മുതൽ എനിക്ക് KG ജോർജ് സാറിനെ അറിയാം. അദ്ദേഹത്തിൻ്റെ സിനിമയ്ക്കുള്ള സംഭാവനകൾ എന്ന് പറയുന്നത് നമുക്ക്
ഒരിക്കലും ഒരു സാധാരണ സിനിമാക്കാർക്ക് ചിന്തിക്കാൻ പറ്റുന്നതിലപ്പുറമാണ്. അദ്ദേഹത്തിൻ്റെ സിനിമകൾക്ക് മിക്ക സിനിമകളും ഞാൻ കണ്ടിട്ടുണ്ട്. ആ സിനിമകളിലെല്ലാം അദ്ദേഹത്തിൻ്റെ ഒരു കയ്യൊപ്പ്, പ്രത്യേകിച്ച് കയ്യൊപ്പുകൾ ഇട്ട് വെച്ച സിനിമകളാണ്. മലയാളത്തിൽ പറയാവുന്ന ചലച്ചിത്രങ്ങളിൽ ഏറിയ പങ്കും KG ജോർജിൻ്റെ തന്നെയാണ്. ഒരു സിനിമയിൽ നിന്നും അടുത്ത സിനിമയിലെത്തുമ്പോൾ ആവർത്തനം ഒട്ടുമില്ലാതെ മനോഹരമായി അവതരിപ്പിക്കുന്ന സംവിധായകൻ. സിനിമ ഉള്ളയിടത്തോളം KG ജോർജും അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളും നമുക്കൊപ്പമുണ്ട് എന്നതാണ് വാസ്തവം. ഉൾക്കടൽ, മേള, യവനിക, ലേഖയുടെ മരണം ഒരു ഫ്ലാഷ് ബാക്ക്, ആദാമിൻ്റെ വാരിയില്ല്, പഞ്ചവടിപ്പാലം, ഇരകൾ, മറ്റൊരാൾ എന്നിവയാണ് KG ജോർജിൻ്റെ പ്രധാന സിനിമകൾ. KG ജോർജിൻ്റെ 1-2 സിനിമകൾ വെച്ച് ബാക്കിയെല്ലാം കണ്ടിട്ടുണ്ട്. മണ്ണ്, കോലങ്ങൾ, യവനിക, മേള, പിന്നെ മറ്റൊരാൾ, എല്ലാ പടവും കണ്ടിട്ടുണ്ട്. ആദാമിൻ്റെ വാരിയിൽ ഉൾപ്പെടെയുള്ള സിനിമകൾ സ്ത്രീപക്ഷ സിനിമകളായിരുന്നു. കാലത്തിന് മുന്നേ സഞ്ചരിച്ച സിനിമകളാണ്. പകരം വയ്ക്കാൻ കഴിയാത്ത സംവിധാന ശൈലിയാണ് അദ്ദേഹത്തിൻ്റെ സിനിമകളുടെ പ്രത്യേകത. മാതൃഭൂമി മീഡിയ സ്കൂളിന് വേണ്ടി ക്യാമറാമാൻ ശ്യാമിനൊപ്പം നന്ദന. ചലച്ചിത്രമേളയിലേക്ക് മത്സരിക്കാൻ അന്യഭാഷാ ചിത്രങ്ങൾ ഏറെ ഉണ്ടായിരുന്നെങ്കിലും അതിനോടൊപ്പം 2 മലയാള സിനിമകളാണ് ശ്രദ്ധ നേടിയത്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അനുജ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. 28ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയിലേക്ക് ഇന്റർനാഷണൽ സിനിമാ വിഭാഗത്തിൽ നിന്നും മലയാള സിനിമയിലേക്ക് ഡോൺ പാലത്തറയുടെ ഫാമിലി എന്ന സിനിമയും ഫാസൽ റസാഖിൻ്റെ തടവ് എന്ന സിനിമയുമാണ് മത്സര വിഭാഗത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. നല്ല റെസ്പോൺസ് ഉണ്ട്. പക്ഷേ അങ്ങനെ ഒരു ഫസ്റ്റ് വാച്ചിങ്ങിൽ തന്നെ ചിലപ്പം ആൾക്കാർക്ക് പറയാൻ പറ്റണമെന്നില്ല. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു സ്ട്രക്ചറും പറയുന്ന സബ്ജക്റ്റും ഭയങ്കര ഡെലിഗേറ്റ് ആയിട്ടുള്ള സബ്ജക്റ്റാണ്. അപ്പോൾ ഒരുപക്ഷെ ഓഡിയൻസിന് അത് പ്രോസസ്സ് ചെയ്യാനൊക്കെ ഉള്ള ടൈം ഉറപ്പായിട്ടും വേണ്ടി വരും. വളരെ നല്ല റെസ്പോൺസ് ആയിരുന്നു. പിന്നെ എപ്പോഴും ഈ IFFK എന്ന് പറയുമ്പോൾ നമുക്ക് മോർ ദാൻ എ ഫെസ്റ്റിവലാണ്. നമ്മുടെ വീട്ടിലൊക്കെ നടക്കുന്ന പോലത്തെ ഏറ്റവും പ്രിയപ്പെട്ട ആളുകളൊക്കെ പങ്കെടുക്കുന്ന, അല്ലെങ്കിൽ ഒട്ടുമിക്ക ആളുകളൊക്കെ നമുക്ക് പരിചയമൊക്കെ ഉണ്ടാവും. അങ്ങനെ ഭയങ്കര അടുപ്പമുള്ള ഒരു ഫെസ്റ്റിവലാണ്. അതിൽ ആകെ 14 ചിത്രങ്ങളാണ് അന്താരാഷ്ട്ര മത്സര വിഭാഗത്തിൽ മാറ്റുരയ്ക്കുന്നത്. യാഥാസ്ഥിതിക സമൂഹത്തിലെ ചാബല്യങ്ങളെ സിനിമയിലൂടെ തുറന്നു കാട്ടിയതിനെ പ്രേക്ഷകർ ഇരുകൈയും നീട്ടിയാണ് സ്വീകരിച്ചത്. ഫെസ്റ്റിവലിൽ ഏറ്റവും കാണണമെന്ന് ആഗ്രഹിച്ചൊരു മൂവിയായിരുന്നു. രാവിലെ തന്നെ വന്നു, പ്രതീക്ഷിച്ച പോലെ തന്നെ. സാമൂഹിക പ്രസക്തിയുള്ള ഒരു സിനിമയാണ്. ആക്ച്വലി എങ്ങനെ റിലീജിയൻ കമ്മ്യൂണിറ്റികളെ ഇൻഫ്ലുവൻസ് ചെയ്യും, അല്ലെങ്കിൽ എങ്ങനെ ആൾക്കാർ പിക്ചറൈസേഷൻ എന്നൊക്കെ കാണിച്ചൊരു മൂവിയാണ്. റിയൽ ലൈഫിൽ ആരും അങ്ങനെ ചർച്ച ചെയ്യാത്ത കാര്യങ്ങൾ നല്ലൊരു രീതിയിൽ അതിൽ പ്രസന്റ് ചെയ്തു എന്നുള്ളതാണ് എനിക്ക് ഫീൽ ചെയ്തത്. മാതൃഭൂമി മീഡിയ സ്കൂളിന് വേണ്ടി ക്യാമറാമാൻ ശ്യാം കുമാറിനോടൊപ്പം അനുജ, തിരുവനന്തപുരം. IFFKയിൽ ഓസ്കാർ എൻട്രി സിനിമകൾ ഇക്കുറി ഏറെ പ്രതീക്ഷ നൽകുന്നതാണ്. അവിടെ അംഗീകാരത്തിനായി മത്സരിക്കുന്നവ ഏറെയാണ്. ഫിലിം ലാൻഡ്സ്കേപ്പ് വികസിക്കുമ്പോൾ ലോകമെമ്പാടുമുള്ള രാജ്യങ്ങൾ മഹത്തായ വേദിയിൽ മത്സരിക്കാൻ അവരുടെ മികച്ച സിനിമാറ്റിക് ഓഫറുകൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ പ്രതിനിധി സാൻഡ്ര തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഓസ്കാർ പുരസ്കാരങ്ങൾ ലക്ഷ്യമിടുന്ന ചിത്രങ്ങൾ അതീവ ആകർഷകമാണ്. ഇതിൽ ഉൾപ്പെടുന്ന സിനിമകൾ ഒരു ഭാഷയിൽ ഒതുങ്ങാതെ പല ഭാഷകളിലായും പല സംസ്കാരങ്ങളിലായും മറ്റു സിനിമകളിൽ നിന്ന് വ്യത്യസ്തമാകുന്നു. ഇത്തവണ IFFKയിൽ 26 ഓസ്കാർ എൻട്രി ഫിലിംസ് ആണ് പ്രസിദ്ധീകരിക്കുന്നത്. മികച്ച വിദേശ ഭാഷാ ചിത്രത്തിനുള്ള 26 രാജ്യങ്ങളുടെ ഓസ്കാർ എൻട്രികൾ 28ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയിൽ ലോക സിനിമ വിഭാഗത്തിൽ പ്രദർശിപ്പിച്ചു. ഇതിൽ 5 വനിതാ സംവിധായകരുടെ ചിത്രങ്ങളും ഉൾപ്പെടുത്തി. അർജന്റീന, ബെൽജിയം, ജർമ്മനി, ഇറ്റലി, ജപ്പാൻ, ജോർദാൻ, മെക്സിക്കോ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള സിനിമകൾ പ്രേക്ഷകർക്ക് ഒരു വിരുന്നായി മാറി. ഈ സുഡാനീസ് ആഫ്രിക്കൻ രാഷ്ട്രീയം വളരെ കൃത്യമായിട്ട് ആഫ്രിക്കയിലെ ജനങ്ങൾ, പ്രത്യേകിച്ച് സുഡാൻ അങ്ങനെയുള്ള പ്രദേശങ്ങളിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ, പ്രത്യേകിച്ചും മഴ, അതുപോലെ തന്നെ വരൾച്ച, അവരുടെ അതിജീവനമാണ് ഇത്തവണത്തെ സിനിമകളുടെ ഒരു വലിയ പ്രമേയം എന്ന് എനിക്ക് തോന്നുന്നു. മാതൃഭൂമി മീഡിയ സ്കൂളിന് വേണ്ടി ക്യാമറമാൻ ശ്യാം കുമാറിനൊപ്പം സാൻഡ്ര, തിരുവനന്തപുരം. വിവിധ ഭാഷകളിലായി പ്രദർശിപ്പിക്കുന്ന ഒട്ടനവധി ചലച്ചിത്രങ്ങൾ കാണുവാനായി പ്രായപരിധിയില്ലാതെയാണ് മേളയിലേക്ക് ആളുകൾ എത്തിച്ചേരുന്നത്. ഇത്തവണത്തെ IFFKയിൽ പ്രതിനിധികളുടെ എണ്ണത്തിൽ മാറ്റം വന്നിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഞങ്ങളുടെ പ്രതിനിധി മേഘ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. IFFKയുടെ വിജയത്തിന്റെ രഹസ്യം ഡെലിഗേറ്റുകളാണ്. പല മേഖലകളിൽ നിന്നുള്ള ഡെലിഗേറ്റ്സിന്റെ പങ്കാളിത്തമാണ് IFFKനെ വ്യത്യസ്തമാക്കുന്നത്. ഇത്തവണയും ഡെലിഗേറ്റ്സിന്റെ എണ്ണത്തിൽ കുറവൊന്നുമില്ല. ഇത്തവണത്തെ കേരള രാജ്യാന്തര ചലച്ചിത്രമേളയിൽ മുൻവർഷത്തെ അപേക്ഷിച്ച് പ്രതിനിധികളുടെ എണ്ണത്തിൽ നേരിയ വർധനവാണ് ഉണ്ടായിട്ടുള്ളത്. രജിസ്ട്രേഷൻ തുടങ്ങി ആദ്യ ദിവസം തന്നെ 12,000 പാസുകളിൽ പകുതി കൂടുതലും വിറ്റുപോയി. ഇപ്പോൾ ആള് കൂടുതലാണ്, അതാണ് മെയിനായിട്ടുള്ള ഒരു കാര്യം കണ്ടത്. അതുപോലെ ഈ റിസർവേഷൻ പരിപാടി ഭയങ്കരമാണ്. ഇപ്പോൾ 180 പരം സിനിമകൾ 12 തിയേറ്ററുകളിലായിട്ടാണ് പ്രദർശിപ്പിച്ചത്.
സിനിമകൾ കാണുന്നതിലുമുപരി നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കുവാനും ഓർമ്മകൾ പുതുക്കുവാനുമാണ് ഓരോ ഡെലിഗേറ്റും IFFKയിൽ പങ്കെടുക്കുന്നത്. ഈ ഫിലിം ഫെസ്റ്റിവൽ എന്നും ഒരു വികാരമാണ്. അപ്പം ഇവിടെ അങ്ങനെ ഒരു ഫിലിം ഫെസ്റ്റിവൽ മിസ്സാക്കാറില്ല. ഈ കോവിഡ് സമയത്ത് മാത്രം പറ്റിയിട്ടില്ലായിരുന്നു അറ്റൻഡ് ചെയ്യാൻ. ബാക്കിയെല്ലാം ഓൾമോസ്റ്റ് എല്ലാം അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. മാതൃഭൂമി മീഡിയ സ്കൂളിന് വേണ്ടി ക്യാമറമാൻ ശ്യാം കുമാറിനൊപ്പം മേഘായം. Woman director Shruti Sharanyam won Fipresky Award for Best Malayalam Film of a Debut Director. B32 മുതൽ 44 വരെ is the award-winning movie. Films by 8 women directors were screened and Kenyan director Vanudi Kahiu won the Spirit of Cinema Award. Telling woman life by woman is different and original. To our reporter Shruti. The world of cinema is undoubtedly male-centric, but still there are women directors who contribute their best work to the industry, breaking the doors of patriarchy and fighting in a male-dominating world. ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. എൻ്റെ എക്സ്പീരിയൻസിലൊക്കെ 300 പേര് ചിലപ്പം ടെക്നീഷ്യൻ സൈഡിൽ ഞാൻ മാത്രം ഉണ്ടായിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. ഞാൻ എങ്ങനെയാണ് ഈ ലോകം കാണുന്നത് ആ രീതിയിൽ പോർട്രേ ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നാറ് വുമൺ ഡയറക്ടേഴ്സിൻ്റെ ഫിലിം കാണുമ്പോഴാണ്. അതും പ്രത്യേകിച്ച് ക്രൂവിൽ വുമൺ ആളുകൾ കൂടുതലുണ്ട്, അല്ലെങ്കിൽ ക്യോർ ആളുകൾ കൂടുതലുണ്ടെന്നൊക്കെ പറയുന്ന സമയത്ത് അതിന് വേറെ ഒരു ഫീലാണ്. എൻ്റെയും കൂടെ ആവാൻ സാധ്യതയുള്ള സിനിമ, എനിക്കും കൂടെ ഒരു സ്പേസ് ഉള്ള സിനിമ. A total number of 175 films were screened in the 28th IFFK. In this, there were only 8 films which are directed by women. The struggle of women to be successful in the film industry can be understood from the number itself. Malaysian horror film Tiger Strips, Footprints on Water, Four Daughters, Korean film A Letter from Kyoto were the films screened in this category. Shruti with cameraman Rakesh, Mathrubhumi Media School, Trivandrum. ഇന്ത്യയിലെ പ്രമുഖ ചലച്ചിത്രമേളകളിൽ ഒന്നാണ് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരള. ഇന്ത്യയിലെ പ്രമുഖ സാംസ്കാരിക പരിപാടികളിലും ഒന്നാണ്. ഓരോ വർഷവും വർദ്ധിച്ചു വരുന്ന ഡെലിഗേറ്റ് പ്രവേശന നിരക്കുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ പ്രതിനിധി ഷാൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. 28ാമത് രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് തുടക്കം കുറിച്ചേക്കുവാണ്. കേരള സംസ്ഥാന സാംസ്കാരിക വകുപ്പിന് കീഴിലുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയാണ് ഈ പരിപാടിക്ക് ആതിഥേയത്വം വഹിക്കുന്നത്. ഈ പരിപാടി അന്തർദേശീയ തലത്തിൽ തന്നെ ഏറ്റവും മികച്ച ഫെസ്റ്റുകളിൽ ഒന്നാണ്. പക്ഷേ പ്രധാനപ്പെട്ട വിഷയമാണ് ഓരോ വർഷവും വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഫീസ്. 28ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് ഡെലിഗേറ്റ് ഫീസ് ഉയർത്തി സംസ്ഥാന ചലച്ചിത്ര അക്കാദമി. 18% GST കൂടി ഉൾപ്പെടുത്തിയാണ് പുതിയ നിരക്ക്. ഡെലിഗേറ്റുകൾക്ക് 1180 രൂപയും സ്റ്റുഡൻറ്റ് ഡെലിഗേറ്റുകൾക്ക് 590 രൂപയുമായിരുന്നു നിരക്ക്. ഈ വർഷത്തെ ഫീസ് കഴിഞ്ഞ വർഷത്തേക്കാളും കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് കൂടുതലാണ്. അപ്പോൾ അത് എല്ലാ സ്റ്റുഡൻസിനും അഫോർഡബിൾ ആവണം എന്നില്ല. പിന്നെ മാത്രമല്ല നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള ഒരു സ്ലോട്ട് നമുക്ക് കിട്ടി. ഞാനിതിപ്പോൾ 2ാമത്തെ പ്രാവശ്യമാണ് IFFK വരുന്നത്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇത്ര ഫീസ് ഉണ്ടായിരുന്നില്ല സ്റ്റുഡൻസിന്. ഇപ്പോൾ അത് പറഞ്ഞ പോലെ തന്നെ സ്ലോട്ടും കുറവാണ്. ഫീസ് വർധനവിൽ വിവിധ കോണുകൾ എതിർപ്പ് ശക്തവുമായിരുന്നു. കാരണം 2021-2022 വർഷം നടന്ന ചലച്ചിത്രമേളയ്ക്ക് ഡെലിഗേറ്റ് ഫീസ് 1000, സ്റ്റുഡൻറ്റ് ഡെലിഗേറ്റുകൾക്ക് 500 പ്രവേശന നിരക്ക്. പൊതുവായിട്ടുള്ളൊരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ സാധാരണക്കാർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് ഫീസ് കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ കുറച്ചും കൂടെ രീതിയിലേക്ക് എത്തിയാൽ മാത്രമേ കുറച്ച് കൂടുതൽ രീതിയിൽ ആൾക്കാരിലേക്ക് എത്താൻ പറ്റൂ. ക്യാമറാമാൻ ശ്യാം കുമാറിനോടൊപ്പം ഷാൻ, മാതൃഭൂമി മീഡിയ സ്കൂൾ. ലോക സിനിമാ ജാലകം ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം. നന്ദി.